എല്ലാവർക്കും നമസ്കാരമുണ്ട്. 3 കുട്ടികളുള്ള ഒരു തള്ളപ്പൂച്ചനെ വണ്ടി ഇടിച്ചിട്ട് ഒരാഴ്ചയായിട്ട് ട്രീറ്റ്മെൻറ്റൊന്നും കിട്ടാണ്ട് അവിടെ കിടക്കുന്നുണ്ടെന്ന് ഒരു ടീം വിളിച്ച് കൊണ്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് റെസ്ക്യൂ വാനും ആംബുലൻസൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ആകെയുള്ളതൊരു പഴഞ്ചൻ നാനോയാണ് കേട്ടോ. അപ്പോൾ നമ്മളതെടുത്തിട്ട് ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം സ്പോട്ട് എത്താനായി. അപ്പോൾ നമ്മളിപ്പോൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പൂച്ചേനെ നോക്കുകയാണ്. അപ്പോൾ പൂച്ചയ്ക്ക് തീരെ വയ്യ കേട്ടോ. പൂച്ചയുടെ ചുണ്ട്, പല്ല്, നാവ്, പിന്നെ സ്കിന്നിൻ്റെ അപ്പാ സ്ഥലത്തായിട്ട് പരിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവനെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ വയനാട്ടിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കളുടെ കാരുണ്യം കൊണ്ട് വയനാട്ടിൽ ഇവർ അഡ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെൽട്ടറോ ഒന്നും എവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളിനി നേരം വൈകിയതുകൊണ്ട് നേരെ ബത്തേരി കൊളാപ്പാറയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അവനെ കൊണ്ടുപോകുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി കേട്ടോ. നമ്മളവനെ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മേശപ്പുറത്തെത്തിച്ച് അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് അവന് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ, മുറിവുണങ്ങാനുള്ള ഇഞ്ചക്ഷൻ, പിന്നെ ദേഹമസകരം മൊത്തം ഡ്രസ്സ് ചെയ്തു. അങ്ങനെ അവനെ പറ്റി നല്ലൊരു പണിയെടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് അവിടെ ക്യാഷ് ബില്ലൊക്കെ അടച്ച് വീണ്ടും തിരിച്ച് കാർഡ്ബോർഡ് പെട്ടിയിലൊക്കെ ആക്കിയേ. അപ്പോൾ 2 ഇഞ്ചക്ഷനൊക്കെ കിട്ടിയപ്പോൾ ആൾ ഉഷാറായി കേട്ടോ. വീണ്ടും പറയാതിരിക്കാൻ വയ്യ, വയനാട്ടുകാരുടെ ഏറ്റവും വലിയ ശാപമാണ് ഇത്തരം ഷെൽട്ടറോ ഒരു അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഹോസ്പിറ്റലോ വയനാട്ടിലില്ല എന്നുള്ളത്. പക്ഷേ എന്നാലോ വന്യമൃഗങ്ങൾക്കാണെങ്കിൽ നല്ല സംരക്ഷണയും നല്ല ചികിത്സയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വീണ്ടും തിരിച്ച് പാക്ക് ചെയ്ത് അങ്ങനെ കാറിൽ കയറ്റി ഞങ്ങൾ നേരെ അവനെ എവിടെ എടുത്തോ അവിടേക്ക് കൊണ്ടുവിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവനെ അവിടെ എത്തിച്ചു. പക്ഷേ ഞങ്ങളെ സങ്കടപ്പെടുത്തിയ കാര്യം അവൻ്റെ 3 മക്കൾ ആ തള്ളപ്പൂച്ചേരി നോക്കി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പാവം. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്ത് സാമ്പത്തിക സഹായം തരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ. അതിലേക്ക് സംഭാവന അയച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്